കണ്ടു. ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുമ്പേ എന്നെ കണ്ടു. ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാമുടയവനെ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാമുടയവനെ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാമുടയവനെ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാമുടയവനെ. നമ്മുടെ കർത്താവ് സകലത്തിന്റെ മീതെ മനസ്സറിയുന്ന കർത്താവാണ്. ഇംഗ്ലീഷ് എങ്ങനെ our God is a God of compassionate. ഞാൻ ഈ വാക്യം എടുത്തപ്പോൾ എന്റെ ജീവിതമായിട്ട് ഞാൻ ഒത്തിരി താരതമ്യം ചെയ്ത് നോക്കി. കർത്താവ് എന്നെ എത്രത്തോളം എന്നെ വിടുവിച്ച്, അല്ലെങ്കിൽ എന്നെ എത്രത്തോളം സ്നേഹിച്ച്, അവന്റെ കരുതൽ, അവന്റെ മനസ്സലിവാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവിന്റെ മനസ്സലിവ് എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ കാണത്തില്ല. ഞാൻ എന്നോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ഇന്നും ജീവനോട്, ബലത്തോട്, ആരോഗ്യത്തോട് ഞാൻ ഇത് നിൽക്കുമെങ്കിൽ അത് കർത്താവിന്റെ മനസ്സലിവ്. എന്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അവന്റെ മനസ്സലിവ് കൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നാം എന്നോ ഈ ഭൂമിയിൽ മാറ്റപ്പെടുന്ന വ്യക്തികളാണ്. പക്ഷെ ദൈവത്തിന്റെ ദയവും, ദൈവത്തിന്റെ കരുണയും, ദൈവത്തിന്റെ മനസ്സലിവാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. വായിക്കാം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. വാക്യങ്ങൾ 10-8 വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 32-ാം. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. ഈ വിലാപങ്ങളുടെ പുസ്തകം നമുക്കറിയാം, എഴുതിയത് പ്രവാചകൻ യെരമ്യാ പ്രവാചകനാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പേരുണ്ട്. അദ്ദേഹം എന്താണ്? വിലാപത്തിന്റെ പ്രവാചകനാണ് അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയുന്നത്. ഈ അധ്യായം വായിക്കുമ്പോൾ മുഴുവനും ദൈവം ഇസ്രായേൽ ജനത്തെ എങ്ങനെ നടത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യം തൊട്ട് വായിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ ജനത്തോട് എന്താണ് കാണിച്ചതോ അത് ഈ പ്രവാചകൻ ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനം എന്ന് പറയുന്നത്, അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. അതെ, ഈ കമ്പാഷൻ പറയുമ്പോൾ കരുണ മാത്രമല്ല, മനസ്സലിവും ഒരു വാക്കുണ്ട്, ഓർത്തോന്നും. അതെ, ഇത് വായിക്കുമ്പോൾ എന്തുകൊണ്ട് കർത്താവ് ഇസ്രായേൽ ജനത്തെ പലപ്പോഴും അവരുടെ തെറ്റുകൾ ചെയ്ത്, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതങ്ങൾ പാപങ്ങൾ വരുമ്പോൾ അവർ ദൈവത്തെ വിട്ട് അകന്നു പോകും. അങ്ങനെ ഒരു സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? അവരെ പഠിപ്പിക്കുവാൻ കർത്താവ് എന്ത് ചെയ്ത്? അനേക പ്രവാചകന്മാരുടെ അടുക്കൽ അയക്കുകയും അവർ സംസാരിക്കുകയും ചെയ്ത് അവർ മടങ്ങി വരാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്ത്? കാത്തിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. അവർ തെറ്റുകൾ ചെയ്ത് പോയി, അതുകൊണ്ട് കർത്താവ് അവർ വെറുതെ വിട്ടില്ല. ഒക്കെ എന്ത് ചെയ്തു? ചെറിയ ശിക്ഷകൾ കൊടുത്ത് കർത്താവ് താൻ സ്നേഹിക്കുന്ന ജനമായത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്ത്? മടക്കി അവരെ കൊണ്ടുവരുവാൻ ഇടയായി. അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ കർത്താവിന്റെ ആ കരുണ പലപ്പോഴും തന്റെ ജനത്തോട് കർത്താവ് കാണിച്ചത്, താൻ സ്നേഹിക്കുന്ന ജനത്തെ കർത്താവ് എന്ത് ചെയ്തു? വിടാൻ കഴിയുന്നില്ല. കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി അവർ പാപം ചെയ്താലും ആ ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ എന്ത് ചെയ്തു? പലപ്പോഴും ദൈവദാസന്മാർ, പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയക്കുകയും അവർ മാനസാന്തരപ്പെടുകയും മടക്കി കർത്താവ് എന്ത് ചെയ്ത്?
കൊണ്ടുവരുവാൻ ഇടയായി. അതുകൊണ്ടാണ് കർത്താവിന്റെ തന്റെ മഹാദയക്ക് ഒത്തവണ്ണം അവന് കടന്നു തോന്നും. കർത്താവ് വിചാരിച്ചാൽ തെറ്റ് ചെയ്തവരും കർത്താവ് വിട്ടാൽ അവരുടെ ജീവിതം നശിച്ചു പോകും. കർത്താവ് ചെയ്ത് വിടാതെ അവരെ മടക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. ഞാനിത് 3 ഉദാഹരണം പറയാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്റെ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്ന മുമ്പ്, അല്ലെങ്കിൽ തന്റെ ജീവനെ കർത്താവിന്റെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന മുമ്പ്, കർത്താവ് പലപ്പോഴും ചില സ്ഥലത്തിലൊക്കെ ദൈവം പലരോട് മനസ്സലിവ് തോന്നുവാൻ ഇടയായി. ആ മനസ്സലിനെ കുറിച്ചാണ് ഞാൻ ധ്യാനിക്കുവാൻ നോക്കുകയാണ്. ചിലപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വിചാരിക്കും, ഞാൻ ഈ ഭൂമിയിൽ വന്ന് കർത്താവ് ഒരു തിന്മയും ചെയ്തിട്ടില്ല, സകലതും കർത്താവ് എന്ത് ചെയ്ത് നന്മ മാത്രമേ ചെയ്ത്, സകലർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്ത് നന്മ മാത്രം ചെയ്തു. വചനമുണ്ട്, അവൻ നന്മ സ്നേഹിതനായി എന്നെ അവൻ ദേശങ്ങൾ തോറും അവൻ ചുറ്റി വന്നു, അല്ലെ? അങ്ങനെ ഒരു വാക്യമുണ്ട്. അവൻ സർവ്വ മനുഷ്യർക്കും അവൻ നന്മ ചെയ്തു. പക്ഷെ കർത്താവിന് കിട്ടിയത് എന്താണ്? ക്രൂശ്. കർത്താവ് സർവ്വ മനുഷ്യ രോഗികളെ സൗഖ്യമാക്കി, ഭൂതബാധിച്ച കർത്താവ് വിടുവിച്ച്, മരിച്ച അനേക കർത്താവ് എന്ത് ചെയ്ത് ജീവനോടെ കൊണ്ടുവന്ന് പല അത്ഭുതങ്ങൾ ചെയ്ത് ആ കർത്താവ് കിട്ടിയത് എന്താണ്? ക്രൂശ്. ചിലപ്പോൾ കർത്താവിനെ ഇങ്ങനെ ചിന്തിക്കാം, മാനുഷികമായി ഞാൻ സകല മനുഷ്യർക്ക് നന്മ ചെയ്ത്, അല്ലെങ്കിൽ എന്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഞാൻ അനുസരിച്ച്, പിന്നെ എന്തിനാണ് ഈ ക്രൂശ്? ചിലപ്പോൾ കർത്താവ് ചിന്തിക്കാം മാനുഷികമായ രീതിയിൽ. പക്ഷെ കർത്താവ് അറിയാം, കർത്താവ് എന്തിനു വേണ്ടി വന്ന് ഈ ക്രൂശ് ചുമക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്. അത് നമുക്ക് കർത്താവിന് അറിയാം, എന്തിനു വേണ്ടി ഭൂമിയിൽ വന്ന് ക്രൂശ് ചുമക്കാനാണ്. ആണെങ്കിൽ എത്ര പേർ നമ്മൾ ക്രൂശ് ചുമക്കാൻ കഴിയും? പല പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശ് എടുത്ത് ഇനി നിങ്ങൾ ക്രൂശ് ചുമക്കേണ്ട. പക്ഷെ വചനം പറഞ്ഞത്, നിങ്ങൾ തന്നെ ത്യജിപ്പില്ലെങ്കിൽ നിങ്ങളുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണമെന്നാണ് വചനം പറയുന്നത്. കർത്താവ് ആ ക്രൂശ് അന്നത്തെ കാലത്ത് ഒരു അവമാന ചിഹ്നമായിരുന്നു. കർത്താവ് അവമാന ചിഹ്നത്തെ കർത്താവ് എന്ത് ചെയ്ത് വിജയിക്കുവാൻ ഇടയായി. ജയാലെ കർത്താവ് അത് മാറ്റി. അങ്ങനെയെങ്കിൽ നാം ക്രൂശ് എടുക്കാൻ തയ്യാറാണെങ്കിൽ പറയട്ടെ, കർത്താവ് നമ്മളെയും വിജയിപ്പിക്കും. നമുക്ക് ക്രൂശ് എടുക്കാൻ നമുക്ക് മനസ്സില്ല. എത്ര പേർ ക്രൂശ് എടുക്കാൻ മനസ്സില്ല? കുട്ടികൾക്കും ബലപ്പെടുത്തും. അവൻ നമ്മളെ പരാജയപ്പെടുവാൻ വിടത്തില്ല. നമ്മൾ ജയാലെ കർത്താവ് നടക്കും. അവന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ നാം ഒരുങ്ങെങ്കിൽ, ഒരുക്കത്തിന് മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. അവൻ നമ്മളെ ഒരു നാൾ കൈവിടത്തും. നമ്മൾ ഈ ലോകത്തിന് കർത്താവ് എന്തിനാണ് ദൈവത്തെ അറിഞ്ഞ് നമ്മൾ വിളിച്ചത്? ലോകത്തെ ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചത് ഇല്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തന്റെ സാക്ഷിയുടെ ജീവിതം നടത്തി അനേക കർത്താവിന്റെ അടുക്കൽ ആകർഷിച്ച് എന്താണ് നന്മകൾ ചെയ്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഈ ഭൂമിയിൽ സാക്ഷിയായി ജീവിക്കണം. അത് ദൈവ നാമബോധത്തായി തീരണം. ഒരിക്കലും ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുവാൻ ഇടവരുത്തരുത്. ലോകമനുഷ്യപ്പോൾ ജീവിക്കരുത്. എനിക്ക് കർത്താവ് വേണം ലോകവും വേണം പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ദൈവത്തെ ഉരുകെ പിടിച്ചാൽ പറയട്ടെ, ദൈവം നിങ്ങൾ ഒരു നാൾ കൈവിടത്തില്ല. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയട്ടെ, കൂടിപ്പോയാൽ 60 വർഷം അല്ലെങ്കിൽ 80 വർഷം എന്നാലും ഒരു ദിവസം മരിക്കും. പക്ഷെ നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മ എവിടെ പോകും? പറഞ്ഞതുപോലെ കർത്താവ് മനസ്സലിന്റെ ദൈവമാണ്. താൻ ക്രൂശിൽ പോക്ക് മുൻപ് കർത്താവ് ചില വ്യക്തികളുടെ കർത്താവ് മനസ്സലിയുവാനിടെ നമുക്കത് ധ്യാനിക്കാം, നമുക്ക് വായിക്കാം. ഇവിടെ യേശു ക്രൂശ് ചുമന്നു ഒരു സമയത്ത് വചനം പറഞ്ഞു, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിളപിച്ച് മുറയിരുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. അപ്പൊ കർത്താവ് അവരുടെ വചനം പറഞ്ഞു, യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളും നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുക. ഇവിടെ ക്രൂശ് ചുമന്നു പോകുന്ന കർത്താവ് എന്തുകൊണ്ട് അവിടെ ഉള്ള ആ ജനസമൂഹം ആ സ്ത്രീയെടുത്ത് കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു? അപ്പോൾ കർത്താവിനറിയാം താൻ ഈ ക്രൂശീകരണത്തോട്ട് കടന്നുപോയി താൻ മരിച്ച ശേഷം 3-ാം ദിവസം കർത്താവ് എന്ത് ചെയ്യും? വീട്ടെഴുന്നേൽക്കും എന്ന് കർത്താവ് അറിയാം. വീട്ടെഴുന്നേൽ കർത്താവ് എന്ത് ചെയ്യും? സ്വർഗത്തോട്ട്
തന്റെ പിതാവിന്റെ അടുത്ത് പോകുമെന്ന് ഉറപ്പായിട്ട് കർത്താവിന് അറിയാം. പക്ഷേ കർത്താവ് പറഞ്ഞു, പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വഷളാണത്. വാക്യങ്ങൾ എന്ന് പറയുന്ന കാലമാണ്. ആ കാലം സംഭവിക്കാൻ പോകുന്നത്. അന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ? അതപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യരെ വന്ന് മാത്രമല്ല, കർത്താവ് വന്നതിന് വേണ്ടി തന്റെ സ്വന്തം ജനത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. പക്ഷെ അവർ എന്ത് ചെയ്തു? യേശു കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞു മാത്രമല്ല, ക്രൂശിൽ ഏൽപ്പിക്കുവാൻ അവർ ഒരു മുഖാന്തരമായി മാറി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്കാൽ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്ന സ്ഥലം എനിക്കറിയാം. പക്ഷെ ഇനി ഒരു കാലം വരാൻ പോകുന്നത്, അന്ന് സംഭവിക്കാൻ പോകുന്നത് വളരെ ഭയങ്കരമായ കാര്യങ്ങളുമായി ഇരിക്കുമെന്ന് കർത്താവ് പറയുവാൻ ഇടയായി. കർത്താവ് എന്ത് ചെയ്ത്, നേരത്തെ ഞാൻ പറഞ്ഞത് കർത്താവ് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ച് താൻ ക്രൂശിക്കത്തോടെ പോകുന്ന സമയത്ത് ആ സ്ത്രീയോട് കർത്താവ് പറയുവാൻ ഇടയായി. ഇതാണ് കർത്താവ് മറിച്ചിട്ട് നമുക്കറിയാം, ഏകദേശം കിപി 70 ഒരു കല്ല് ശേഷിക്കാതെ രോഗസാധ്യത എന്ത് ചെയ്തു? ആ ആലയത്തെ തകർക്കുവാൻ ഇടയായി. അന്ന് ആ ദേശത്തിൽ മഹാകഷ്ടതയും വളരെ പ്രയാസവും ഉണ്ടായതെന്ന് ഹിസ്റ്ററിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് പറയുന്നത്, കർത്താവ് എന്തുകൊണ്ട് അന്നത്തെ ജനത്തോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയണമെന്ന്. കർത്താവിന് അറിയാം, അന്ന് മാത്രമല്ല ഇനി സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ആ സ്ത്രീയോട് കർത്താവ് എന്ത് ചെയ്ത്, താൻ മരിക്കും മുമ്പ് ആ മനസ്സലിയോട് കർത്താവ് ഒരു പ്രവചന ആലോചന കർത്താവ് പറയുവാൻ ഇടയായി. പക്ഷെ എത്ര പേർ അത് അന്നത്തെ കാലത്ത് അത് ഏറ്റെടുത്ത് അറിയത്തില്ല, എത്ര പേർ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് അറിയത്തില്ല. ஆனால் കർത്താവ് എന്ത് പറഞ്ഞു അത് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ ഇടയായി. അപ്പൊ ഇത് വായിച്ചപ്പോൾ ഇന്നും കർത്താവ് നമ്മൾ സംസാരിക്കുന്നത് അവന്റെ തിരുവചനങ്ങൾ. ഇന്നും നമ്മൾ സംസാരിക്കുന്നുണ്ട്. നാം ഇതേ കേട്ട് എത്ര പേർ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുന്നുണ്ട്? കർത്താവ് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഇന്നും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവന്റെ വചന മുഖാന്തരം, അല്ലെങ്കിൽ ദേവദാസ മുഖാന്തരം, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മുഖാന്തരവും കർത്താവ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നമുക്കത് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. എന്തുകൊണ്ട് നമുക്ക് ബുദ്ധിയിൽ പറഞ്ഞാൽ, നമ്മുടെ ബുദ്ധി പലവിധമായ കാര്യങ്ങൾ കാണുകയും അത് ചിന്തിച്ചും ആലോചിച്ചും ഉള്ളത് കൊണ്ട് കർത്താവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നമ്മളിപ്പോ വന്നുകൊണ്ട് എന്തായി? ഒരു മിഷനായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയ ജോലി പോകണം, ജോലി ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ, നമ്മൾ മടങ്ങി വന്നു, അതിന് വീട്ടിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മൾ ഇവിടെ ആയിരുന്നാലും പലപ്പോഴും ചിന്തിക്കുന്നത്, നാളെ എന്താവും, നാളെ എന്ത് ചെയ്യണം, നാളെ എന്ത് പറയും. നമ്മുടെ ചിന്ത എപ്പോഴും എന്താണ്? നാളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, കർത്താവ് ഇന്ന് നമ്മൾ നടത്തുക, നാളെ നടക്കുവാൻ മതിയാകും. നമ്മൾ അവിടെയാണ് നമ്മുടെ വിശ്വാസം, നമ്മൾ അവിടെയാണ് ഓർക്കേണ്ടത്. കർത്താവിന്റെ നടത്തെങ്കിൽ നാളെ നടക്കുവാൻ മതിയായ ദൈവം. കർത്താവിന്റെ ജീവിതം ഞാൻ ജനിച്ചത് മുതൽ എന്റെ അവസാനം മരണവരെ കർത്താവ് എല്ലാം അറിയും. നാളെ എങ്ങനെ ജീവിക്കുമെന്ന് കർത്താവിന് അറിയാം. അല്ലെങ്കിൽ എന്റെ 5 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന് കർത്താവിന് അറിയാം. പക്ഷെ നമ്മൾ ഓർക്കണം, ഞാൻ ഈ ഭൂമിയിലായിരുന്നാലും എന്റെ ജീവൻ കർത്താവിന്റെ കരത്തിലുള്ളതാണ്. കർത്താവ് എനിക്കൊരു ദോഷവും തക്കാണമല്ലോ, അവനെ പാതുകാത്ത് വിടുവിക്കുകയും ചെയ്യും. കർത്താവിന്റെ മനസ്സില് ഇന്നും നമ്മുടെ മേലുണ്ട്. പക്ഷെ നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്.